ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രോഗിനെ ഉണ്ടാക്കാൻ പോവാണ്. ഇതൊക്കെ താഴെ വെച്ച് കഴിയുമ്പോൾ കണ്ട ജമ്പ് ചെയ്യാൻ പറ്റും എല്ലാത്തിനും. ഇത് കണ്ട നല്ല ഫാറായിട്ട് ജമ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ നടുവ് ഇങ്ങനെ ഫോൾഡ് ചെയ്യും. എന്നിട്ട് ഈ ബോട്ടം പാർട്ട് മേളിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യും. എന്നിട്ട് അത് തുറന്നു കഴിയുമ്പം ഈ ഭാഗം ഈ മിഡിൽ നമ്മളിപ്പോൾ ക്രീസ് ഉണ്ടാക്കിയത് അങ്ങോട്ടേക്ക് മാറ്റും. എന്നിട്ടും ഇതും അങ്ങനെ തന്നെ സെയിം ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തുറന്നു കഴിഞ്ഞിട്ട് ഈ കോർണർ എടുത്തിട്ട് ഈ നമ്മൾ ഈ ലൈൻ ഉണ്ടാക്കിയത് അങ്ങോട്ടേക്ക് മാറ്റും ഇങ്ങനെ. എന്നിട്ട് സെയിം പക്ഷേ ഈ കോർണറും കൊണ്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ആ സെയിം സ്റ്റെപ്പ് താഴെയും റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ലൈന് അവിടെ കൈ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യണം. അപ്പം ഇങ്ങനെ വരും. എന്നിട്ട് അത് തിരിച്ച് ഇങ്ങനെ വെക്കും. അപ്പോൾ ഇതേ ട്രയാങ്കിൾ പോലെ ആകും. എന്നിട്ട് സെയിം സ്റ്റെപ്പ് ഇപ്പുറത്തും അങ്ങനെ ചെയ്യണം. കണ്ട, അപ്പം ഇങ്ങനെ ഒരു ഡയമണ്ട് ട്രയാങ്കിൾ ഷേപ്പ് പോലെ ഇരിക്കും. എന്നിട്ട് ഈ ഭാഗം മേളിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ആ സെയിം സ്റ്റെപ്പ് ഇപ്പുറത്തും ചെയ്യണം. ഓക്കെ, ഇപ്പം അങ്ങനെ ഇരിക്കുമല്ലേ. എന്നിട്ട് ഈ ഭാഗം തിരിച്ച് ബാക്ക്വേഡ്സ് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഇതെടുത്തിട്ട് കണ്ട, അപ്പം ഇങ്ങനെ ഇരിക്കും ഈ ഭാഗം. അപ്പം ഈ കോർണർ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യും. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കണ്ട ഇങ്ങനെ പൊങ്ങിയിരിക്കും. ഇവിടെ അങ്ങനെ ഇരിക്കണം. ഇതും അങ്ങനെ തന്നെ ചെയ്യും. ഓക്കെ, ഇപ്പം അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ തുറക്കും. ഇവിടെ കണ്ട് ഇങ്ങനെ നടുവ് നമ്മളിങ്ങനെ നേരത്തെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച ഫോൾഡർ ഉണ്ടായിരിക്കും. നമ്മൾ ഈ ബോട്ടം കോർണർ എടുത്തിട്ട് ആ നടുവ് ആ ലൈനിൻ്റെ അങ്ങോട്ടേക്ക് മാറ്റണം. അപ്പോൾ ഇത് ഇങ്ങനെ ഫോൾഡ് ആയിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ എയറോപ്ലെയിൻ ഫോൾഡ് ചെയ്യുന്ന പോലെ ഇത് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഓക്കെ, അപ്പം മുകളിലോട്ടിരിക്കും. എന്നിട്ട് ഇവിടെ തുറന്ന് നോക്കുമ്പോൾ ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പോക്കറ്റ് ഉണ്ടായിരിക്കും. ആ പോക്കറ്റിലേക്ക് ഇതിൻ്റെ ഈ കോർണർ ഇങ്ങനെ കയറ്റി കൊടുക്കണം. ആ കോർണർ കെട്ടിക്കഴിയുമ്പോൾ ഇപ്പുറത്തെ സൈഡിലും ഉണ്ടായിരിക്കും സെയിം. അപ്പോൾ അത് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്, അകത്തേക്കും കയറ്റി വെച്ചിട്ടുണ്ട്. ഈ ടൈനി കോർണറിൻ്റെ ഈ ടിപ്പ് എടുത്തിട്ട് പുറകോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം ആ ലൈനിൽ, ആ ടിപ്പിലേക്ക്. അപ്പം ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ കാലുള്ളത് നമ്മൾ തിരിച്ച് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യും. ഭയങ്കര തിക്കായിരിക്കും ഇപ്പം ഈ പേപ്പർ ഇവിടെ ഇരിക്കുമ്പം. അപ്പോൾ അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം കുഴപ്പമില്ലായിരിക്കും. എന്നിട്ട് ഇങ്ങനെ കണ്ട ചാടും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഫ്രോഗിൽ ഉണ്ടാക്കിയിരിക്കുന്ന പോലെ ഇങ്ങനെ ചെറിയ കാലിങ്ങനെ ഒരു കട്ട് ഔട്ട് ചെയ്തിട്ട് കണ്ണും കൂടി കട്ട് ഔട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം നമ്മുടെ എല്ലാ ഫ്രോഗിനെ പോലെ സെയിം ഫ്രോഗ് നമ്മൾ മറ്റേ ഫ്രോഗിനൊക്കെ ഉണ്ടാക്കിയ പോലെ സെയിം ആയിട്ടിരിക്കും. ജസ്റ്റ് കാലും കണ്ണും കൂടി വെച്ചാൽ മതി. ഇപ്പം നമുക്ക് നോക്കിയാൽ ഇത് എന്തോരം ചാടുമെന്ന്. ഇങ്ങനെ വെക്കുമ്പോൾ കണ്ട കുറേ നല്ല ദൂരം ചാടും. ഇപ്പം അടുത്തത് നോക്കുമ്പം കണ്ട അതുപോലെ തന്നെ നല്ല ഫൺ ആക്ടിവിറ്റിയാണ്. കിഡ്സിനൊക്കെ എൻജോയ് ചെയ്യും ഇത് ചെയ്യാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ല കേട്ടോ.